എത്ര പെട്ടെന്നാണ് മക്കളൊക്കെ വലുതാവണത്. ഇലൂനതാ ഇന്നലെ പ്രസവിച്ച് എൻ്റെ കയ്യിൽ കിട്ടിയ പോലാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത്രയും വളർന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. നാളെ പോളെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പൊ അതിനുള്ള പർച്ചേസിന് വേണ്ടിയിട്ടാ വന്നത്. ഓളൊരു ഡാൻസിനൊക്കെ ഉണ്ട്. ഇപ്പൊ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റും വേണം. അപ്പൊ അതും തെരഞ്ഞു വന്നതാട്ടോ. പിന്നെ നിങ്ങൾക്ക് തോന്നും UKG പഠിക്കുന്ന കുട്ടീന്റെ ഗ്രാജുവേഷൻ സെറിമണീനെ പറ്റിയിട്ടാണോ ഇത്രക്ക് ഭയങ്കര ഇതാക്കി പറയണത് എന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാല് എന്തോ ഒരു സങ്കടവും സന്തോഷവും ഒപ്പരം കൂടിക്കലർന്നൊരു മൊമെന്റ് കേട്ടോ അത്. ഓള് ഞങ്ങളെ ചെറിയ കുട്ടി ആയതുകൊണ്ടും ഓളെ താഴെ വേറെ കുട്ടികളും ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഓള് വളർന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഓളെ പ്രസവിച്ചപ്പം കയ്യെ കിട്ടിയപ്പോൾ എങ്ങനെയാണോ അതേ ഒരു രീതിക്ക് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഓളെ നോക്കിക്കാണുന്നത്. ഓള് ഇത്ര വലിയ കുട്ടിയായത് ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ഇന്നലത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പതാ ഓൾ ആ ഡ്രസ്സൊക്കെ ഇട്ടുകാണ്ട് മാറ്റി സുന്ദരി കുട്ടിയായിക്കാണ്ട് സ്കൂളിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിന് കൃത്യം 4 മണിക്കാണ് കേട്ടോ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ ഇതാ ഡാൻസിനുള്ള കുട്ടികളൊക്കെ മാറ്റി റെഡിയായി നിൽക്കുന്നുണ്ട്. And the most valuable guest of the day. ഒരുപാട് ഡിവിഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത പരിപാടി രാത്രി 9 മണിക്കാണ് കേട്ടോ കഴിഞ്ഞത്. ചെറിയ മക്കളുടെ ഡാൻസ് ഒക്കെ കാണാൻ നല്ല രസമാണ്. അത്ര പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിലും അവരുടെ ഒരു ക്യൂട്ട്നെസ് ഉണ്ടാവും അതിൽ. അത് കാണാൻ ഭയങ്കര രസമാണ്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഈ ഡാൻസിലുള്ള പാട്ട് കാരണം എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. അതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കണ്ട് രണ്ടാമതും അപ്ലോഡ് ചെയ്തതാണ്. ഇപ്പം ഞാൻ വേറൊരു മ്യൂസിക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ ഈ ഡാൻസും മ്യൂസിക്കും യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഇതാപ്പോൾ രാത്രിയായിന്. ഇതിൻ്റെ ഇടയിൽ കൂടെ പല പരിപാടികൾ കഴിഞ്ഞു പോയിട്ടോ. പിന്നെ ദാ ഇലൂനെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയേ. ചിലർക്കെങ്കിലും എന്തിനാ ഇത്ര ഇമോഷണൽ ആവണമെന്ന് ചിലപ്പം തോന്നും കേട്ടോ. എനിക്ക് ശരിക്കും അന്നേരം കരച്ചിലാണ് വന്നത്. കാരണം ഇവിടുന്ന് മുതലേ ഓളൊരു തുടക്കമാണിത്. പുതിയ സ്റ്റെപ്പ് വെക്കാൻ പോവാണ്. ഓള് ഈ സ്റ്റേജിൽ നിൽക്കണേ കണ്ടപ്പോഴാണ് ഞാൻ പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോയി. ഓള് ആ ചെറുപ്പത്തിലുള്ള കളിയും ഒരുപാട് ഞാൻ അങ്ങനെ മിസ് ചെയ്യണ പോലെ തോന്നി. ഓള് വലിയ കുട്ടിയായി. ഇനി എനിക്ക് ആ ഒരു ചെറുപ്പത്തിലത്തെ ആ ഒരു പ്രായവും ആ ഒരു കളിയും ഒക്കെ മിസ് ചെയ്യല്ലോ എന്നുള്ളതൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോണത്. അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര ഒരു സന്തോഷവും. ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, ചെറിയ ചിരി, ചെറിയ പേടി എല്ലാം തുടങ്ങിയത് ഇതാ ഈ UKG എന്നാണ്. ആദ്യമായിട്ട് ഇവിടെ വന്ന് സ്കൂളിൽ ചേർത്തിയപ്പോൾ ഓള് കരഞ്ഞതും സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞതും എൻ്റെ കൂടെ തിരിച്ചു വരണം കരഞ്ഞതൊക്കെ ഞാൻ ഈ നിമിഷത്തിൽ ഓർത്ത്. ഇപ്പം ഈ കാണുന്ന ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ, അത് ഓൾ ആദ്യമായിട്ട് സ്കൂളിൽ ചേർത്താൻ വന്നപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പോൾ അന്ന് ഞാനൊരു ഓർമ്മക്കും വേണ്ടി എടുത്തു വെച്ചതാണ്. ഇലു, നാളെ ഈ എവിടെ എത്തിയാലും ഇപ്പച്ചി ഉമ്മച്ചും എൻ്റെ കൂടെ എന്നും ഉണ്ടാവും. ഈ ഒരു ഗ്രാജുവേഷൻ ഒരു എൻഡല്ല, ഇതൊരു പുതിയ യാത്രൻ്റെ തുടക്കം മാത്രമാണ്. പ്രൗഡ് ഓഫ് യു മൈ ലിറ്റിൽ ഗ്രാജുവേറ്റ്. ഐ ലവ് യു ലോ. ഞാൻ ഈ പറഞ്ഞത് ഇലുവിനോടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഗ്രാജുവേഷനും പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തിറങ്ങിന്. ഇവിടെ ഗേൾസ് സെക്ഷനിലേക്ക് ജെൻസിന് എൻട്രി ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഇക്കാക്ക വന്നിട്ടില്ലേനി. അപ്പോൾ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇക്കാക്കനെ ഇവിടെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാട്ടോ. നടന്ന കാര്യങ്ങളും പരിപാടിനെ പറ്റിയിട്ടും ഒക്കെ ഓളപ്പനോട് പറയാൻ വേണ്ടിയിട്ട് ഓളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇക്കാക്കനെ ഉള്ളിലേക്ക് കയറ്റൂല എന്നുള്ളത് അറിഞ്ഞത് മുതൽ സങ്കടത്തിലേനി. ഇപ്പച്ചിയും വരണം എന്നൊക്കെ പറഞ്ഞ് കുറേ കരഞ്ഞിനി. പക്ഷെ എന്താ ചെയ്യുക, അവിടേക്ക് എൻട്രി ഇല്ലല്ലോ. പിന്നെ അതാ ഈ കാണുന്ന ഊത് പോഹിക്കുന്ന സാധനം അവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അതേപോലെ തന്നെ റൂമിൽ 2 ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾ വരുന്നതും കാത്തിട്ട്. ഓൽക്കും നല്ല ആഗ്രഹം ഉണ്ടേനി വരാനും കാണാനും ഒക്കെ. പക്ഷേ ഗേൾസ് സെക്ഷനിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോയ്സിനും എൻട്രി ഒന്നും ഇല്ല. അങ്ങനെ പോണ പോക്കിൽ ഞങ്ങൾ രാത്രിയിലേക്കുള്ള ഫുഡും വാങ്ങിക്കാണ്ട് അങ്ങനെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ ഡേ.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.